രജിഷ വിജയൻ എന്ന നടിയുടെ കരിയറിലെ ഏറ്റവും ധീരവും അപ്രതീക്ഷിതവുമായ ഒരു മാറ്റത്തിനാണ് മലയാള സിനിമാ ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ തരംഗം രജിഷയാണ്. ടെലിവിഷൻ അവതാരികയായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി രജിഷ. എന്നും പക്വതയുള്ള വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ജൂൺ, കർണൻ, ബേസൻ തുടങ്ങിയ സിനിമകളിലെ പ്രകടനം താരത്തെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കി. എന്നാൽ കൃഷാന്ത് സംവിധാനം ചെയ്ത മസ്തിഷ്ക മരണം എന്ന ചിത്രത്തിലെ കോമള താമര എന്ന ഐറ്റം ഡാൻസ് വീഡിയോ പുറത്തു വന്നതോടെ താരം വാർത്തകളിൽ നിറയുകയാണ്. ചുവന്ന ചോളി ബ്ലൗസും സ്കേർട്ടും അണിഞ്ഞ് തികച്ചും ഗ്ലാമറസ് ലുക്കിലാണ് രജിഷ ഈ ഗാനത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. വർക്കി രചിച്ച് പ്രണവം ശശി ആലപിച്ച ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് തന്നെ തരംഗമായി മാറി. 2026 തുടക്കത്തിൽ തന്നെ ആരാധകരെ ഞെട്ടിച്ച ഈ പ്രകടനം സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിത്തരുന്നത്. രജിഷയുടെ ലുക്കിനെ ബോളിവുഡ് താരം വിദ്യ ബാലനോട് ഉപമിക്കുന്നവരും താരത്തിന്റെ ആത്മവിശ്വാസത്തെ അഭിനന്ദിക്കുന്നവരും ഒരു വശത്തുണ്ട്. എന്നാൽ പതിവ് ശൈലിയിൽ നിന്നുള്ള ഈ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില പ്രേക്ഷകർ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നടി എന്ന നിലയിൽ തന്റെ കരിയറിലെ വൈവിധ്യങ്ങൾ പരീക്ഷിക്കാനുള്ള രജിഷയുടെ തീരുമാനമായാണ് ഇതിനെ കാണേണ്ടത്. ആവാസവ്യൂഹം, പുരുഷപ്രേതം തുടങ്ങിയ സിനിമകളിലൂടെ തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ സംവിധായകൻ കൃഷാന്തിന്റെ ചിത്രമായതിനാൽ തന്നെ ഈ ഗാനരംഗത്തിന് സിനിമയിൽ പ്രത്യേക പ്രാധാന്യം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. റീലുകളിലും ഇൻസ്റ്റഗ്രാം ട്രെൻഡുകളിലും കോമള താമര ഇതിനോടകം തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. തന്റെ പതിവ് ഇമേജുകളെ ഉടച്ചു വാർത്ത് പുതിയൊരു പാതയിലൂടെ സഞ്ചരിക്കാൻ രജിഷ വിജയൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ചുരുക്കത്തിൽ രജിഷ വിജയൻ എന്ന നടിയുടെ കരിയറിലെ ഒരു നിർണായക വഴിത്തിരിവായി മസ്തിഷ്ക മരണം മാറുമെന്നുറപ്പാണ്. തന്റെ കംഫർട്ട് സോണിന് പുറത്തു കടന്ന് വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്യാൻ ഒരു കലാകാരി കാണിക്കുന്ന ആർജവം അഭിനന്ദാർഹമാണ്. വിമർശനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും പുതിയ പരീക്ഷണങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം കൂടെയുള്ളത് രജിഷയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. സിനിമ തിയേറ്ററിലെത്തുമ്പോൾ ഈ പാട്ടിനും രജിഷയുടെ പ്രകടനത്തിനും എന്ത് തരത്തിലുള്ള സ്വീകാര്യതയാകും ലഭിക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.